Hi friends, welcome back. New video from മെക്മാർക്ക് ഇൻഡസ്ട്രീസ്. അപ്പോൾ മെക്മാർക്ക് ഇൻഡസ്ട്രീസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കമ്പനീൻ്റെ ഉള്ളാണ് കാണുന്നത്. മെക്മാർക്ക് ഇൻഡസ്ട്രീസ് കമ്പനീൻ്റെ ഉൾവശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഒരു വീഡിയോ കൂടി നമ്മൾ നിങ്ങളെ മെഷീനറികൾ മെക്മാർക്കിൽ എന്തൊക്കെ മെഷീനറികളുണ്ട് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ വീഡിയോയിൽ കണ്ട് റോസ്റ്ററൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. അത് ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, ഗ്യാസ് വരുന്നുണ്ട്, പിന്നെ ഫയർവുഡിലൊക്കെ നമുക്ക് ഈ റോസ്റ്റർ വരുന്നുണ്ട്. വ്യത്യസ്ത സൈസുകളിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാക്ടറിൻ്റെ ഉൾവശമാണ്. നമ്മൾ ഓയിൽ പ്രസ് മെഷീൻ്റെ 3 HP വരുന്ന ഓയിൽ പ്രസ്സിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റും കൂടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ട് അപ്പുറത്ത് നമ്മൾ അതിൻ്റെ ട്യൂബും റാഡും അതിൻ്റെ ലെയ്ത്തിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ട്യൂബാണ്. നിങ്ങൾ ആ ട്യൂബിൻ്റെ വർക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്യൂബും റാഡും അതുപോലെ തന്നെ അതിന് ബന്ധ ആക്സസറീസ് ഒക്കെ നമ്മൾ ഈ ലെയ്ത്തിൽ പണി കഴിപ്പിക്കുന്ന മെക്മാർക്കിൻ്റെ 3 HP വരുന്ന ഓയിൽ പ്രസ്. അങ്ങനെ നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ ഫാക്ടറിയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ വ്യത്യസ്ത സൈസുകളിലുള്ള ഡ്രയറുകളുണ്ട്. നാളികേരം ഉണക്കാൻ പറ്റുന്ന ഡ്രയറുകൾ കാണുന്നുണ്ട്. അതിൻ്റെ വ്യത്യസ്ത മോഡലുകൾ നമ്മൾ കാണുന്നുണ്ട്. 450 കിലോ, 900 കിലോ, അതുപോലെ തന്നെ 1200 കിലോ. അങ്ങനെ റോസ്റ്ററിൻ്റെ നമ്മൾ റോസ്റ്ററിൻ്റെ പാത്രങ്ങളാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ വ്യത്യസ്ത സൈസുകളുള്ള പൾവറൈസർ കാണുന്നുണ്ട്. 4 ഹെഡ്, 3 ഹെഡ് പൾവറൈസർ. അതിൻ്റെ ഹോപ്പറാണ്. നിങ്ങൾ സ്റ്റീലിൻ്റെ ഹോപ്പറാണൊക്കെ നമ്മൾ കണ്ടത്. അതുപോലെ സൂട്ടും ഹോപ്പറാണ്. അതുപോലെ ഇത് MS ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ വ്യത്യസ്ത സൈസുകളുണ്ടോ, 10 ഇഞ്ച്, 12 ഇഞ്ച്, അങ്ങനെ പല ടൈപ്പുകൾ വരുന്നുണ്ട്. ഗിയർ ടൈപ്പ് വരുന്നുണ്ട്, ഓയിൽ ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെക്മാർക്കിൻ്റെ ബോക്സർ ടൈപ്പ് ഡ്രയറുകളൊക്കെയാണ്. ഇത് ഏകദേശം 1500 കോക്കൺ കപ്പാസിറ്റി വരുന്ന ബോക്സ് ടൈപ്പ് ഡ്രയറാണ്. ഇതിനൊക്കെ വിശദമായ വീഡിയോ നമ്മളതിൻ്റെ ബാക്കിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫാക്ടറിൻ്റെ ഉൾവശത്ത് എന്തൊക്കെ മെഷീനറികൾ ഉള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മറ്റൊരു 900 ബൾക്ക് ഡ്രയറിൻ്റെ പണിപ്പുരയിലാണ് അടുത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെക്മാർക്കിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടറിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മെക്മാർക്ക് തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ഇത് മണിക്കൂറിൽ നമുക്ക് 100 to 150 കിലോ നമുക്ക് ഫാസ്റ്റായിട്ട് കട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ കമ്പനിയിലുള്ള മറ്റുള്ള മെഷീനറികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത സൈസുള്ള ഡ്രയറുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്പനിയിലായതുകൊണ്ട് തന്നെ അല്പം ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ അല്പം ബ്ലറായിട്ടൊക്കെ നമുക്ക് കാണുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കമ്പനിയിലെ വിശേഷങ്ങൾ. അപ്പോൾ വ്യത്യസ്ത സൈസുള്ള ഡ്രയറുകൾ, LDR, അതായത് ഇപ്പം തൊട്ട് മുന്നിൽ കാണുന്നത് 250 നാളികേരം ഉണക്കാൻ പറ്റുന്ന ഹൈലോൺ ഷീറ്റിലുള്ള ഒരു ഡ്രയറിൻ്റെ വീഡിയോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ട് ബാക്കിലായിട്ട് 500 നാളികേരം ഉണക്കാൻ പറ്റുന്ന മെറ്റൽ ബോഡിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയറിൻ്റെ വീഡിയോസാണ് കാണുന്നത്. ക്ലിപ്പുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മൾട്ടിപർപ്പസ് ആണ്. നമുക്ക് നാളികേരം മാത്രമല്ല മല്ലി, മുളക്, അതുപോലെ തന്നെ അനുബന്ധ സാധനങ്ങളൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാൻ കഴിയും. വ്യത്യസ്ത സൈസുകളുള്ള മെറ്റൽ ബോഡിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള 380 നാളികേരം ഉണക്കാൻ പറ്റുന്ന ഡ്രയർ വരുന്നു. 50 നാളികേരം ഉണക്കാൻ പറ്റുന്ന ഡ്രയറൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 190 നാളികേരം ഉണക്കാൻ പറ്റുന്ന ഡ്രയർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 30 അതുപോലെ തന്നെ വ്യത്യസ്ത സൈസുകളുള്ള ഡ്രയറുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് നമുക്ക് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഡ്രയറിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ അതൊക്കെ നമുക്കത് കാണാം. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങൾക്കായിട്ട് പോയി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ 450 kg, അതായത് 450 kg, 500 kg ഒക്കെ അടക്കം ഉണക്കാൻ പറ്റുന്ന ഒരു ഫയർവുഡ് ഡ്രയറാണിത്. 2 പുകക്കോയിൽ വരുന്ന കേട്ടോ. ഇത് ഇവിടെയാണ് 2 പുകക്കോയിൽ വരുന്നത്. ഇതൊരു പുകക്കോയിൽ, ഇവിടെ മറ്റൊരു പുകക്കോയിൽ. ഈ വിറകൊക്കെ കത്തിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഈ ഡോറ് തുറന്ന് നമ്മൾ വിറകൊക്കെ ഇതിലിട്ട് കണ്ട് കൊടുക്കുക. ഇതിൽ നമുക്കൊരു 450 ആണ്, 500 കിലോ വരെ നമുക്ക് ഉണക്കാം. ഏകദേശം നല്ല സ്റ്റേജ് ടാറ്റൻ്റെ ഗാൽവനൈസ്ഡ് ഷീറ്റൊക്കെ വെച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡബിൾ ഡോറ് വരുന്നുണ്ട്. ഈ 450 kg എന്ന് പറഞ്ഞതിൽ ടെമ്പറേച്ചർ മീറ്ററാണ് ഈ കാണുന്നത്. ഇത് മറ്റൊരു ഡോറാണ്. ഇതൊരു ഡോറ്.
അതിനുശേഷം ഇത് മറ്റൊരു ഡോറ്, 2 ഡോറ് വരണം. ഇവിടെ ഒരു ഡോർ, ഇങ്ങനെ 2 ഡോർ. അപ്പോൾ ഇതിൻ്റെ മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേ അളവിന് നമുക്ക് അടക്കയാണ് നാളികേരാണ് ഒരേ ലെവലിട്ട് കൊടുക്കുക. അതിനുശേഷം മേലെ ഒരു നെറ്റ് ഇട്ട് കൊടുക്കണം, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ഈ മുകളത്ത് ആദ്യം വാര, അതിന് രണ്ടാമത് മുകളത്തൊക്കെ വാരി നെറ്റ് മാറ്റിയ ശേഷം ഈ ഇതിൻ്റെ അളവുള്ള, കാരണം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലറില്ല, നമുക്ക് സുഖമായിട്ട് ഉണക്കി കിട്ടും. അതുപോലെ ഇവിടെയുണ്ട് ഈ 2 പാർട്ടായിട്ടുള്ള ഈ അടപ്പ് കേട്ടോ. ഇതിലൊക്കെയാണ് നമ്മളിതിൽ വാരി ചാക്ക് ഇവിടെ വെച്ച് കൊടുത്താൽ മതി. ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിന്. ഈ ഡോറ് ഇതൊന്ന് സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് 450 kg. അതിൽ തന്നെ നമ്മൾ 900 kg ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1200 kg ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെക് മാർക്കാണ്. ഇതിവിടെ ഈ ഭാഗത്തും നമുക്കിത് തുറന്ന് ഇവിടെ ഇതിനെ തുറന്ന് കാണുന്നത് ഇങ്ങനെ സിമ്പിളായിട്ട് തുറന്ന് ഈ നെട്ടുകൾ സ്ക്രൂ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റും. പിന്നെ ഉൾവശമാണ് ഈ കാണുന്നത്. ഏകദേശം 1.5 അടിയോളം ഹൈറ്റ് വരുന്നുണ്ട്. നമ്മൾ നല്ല 2 ടൈപ്പ് മെഷ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മളിതിൻ്റെ ബലത്തിനും വേണ്ടിയിട്ടുള്ള സ്ക്വയർ പട്ട വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നമ്മൾ സ്ക്വയർ മെഷ്, അതിൻ്റെ മേലെ ചെറിയ നെറ്റ് നമ്മൾ അടയ്ക്കുന്ന ഉള്ളിലേക്ക് പോകാത്ത രീതിയിലുള്ള നെറ്റൊക്കെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് 450 kg അടക്കം ഉണക്കാനും. അതുപോലെ തന്നെ 450 kg എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 500-600 നാളികേരം ഒക്കെ നമുക്കിതിൽ ഉണക്കാൻ പറ്റും. മാർക്കിൻ്റെ പൾവറൈസർ, ഇത് 4 ഹെഡ് പൾവറൈസറാണ്. ഇതിൽ 10 HP മോട്ടർ വരുന്നുണ്ട്. ഇതാണ് 10 HP മോട്ടർ. ഇതിൽ നമുക്ക് മല്ലി, മുളക്, അതുപോലെ തന്നെ അരി, നനച്ച അരി, ഗോതമ്പ്, ഇങ്ങനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇത് വളരെ പൊടിക്കാൻ കഴിയും കേട്ടോ. ഇതാണ് 4 ഹെഡ് പൾവറൈസർ. ഇത് ഒറ്റ സ്റ്റാൻഡബിളാണ്. ഇത് 10 HP മോട്ടറിൽ വരുന്നുണ്ട്. ഇത് സ്റ്റീലിൻ്റെ ഹെഡൊക്കെയാണ് നമ്മളതിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റീലായതുകൊണ്ട് നമ്മൾ ദീർഘകാലം ഇത്രയും ഐറ്റംസൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് തുരുമ്പ് പിടിക്കുക. അത് സ്റ്റീലായതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും തുരുമ്പ് പിടിക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാണ്. അതുപോലെ തന്നെ 3 ഹെഡ് പൾവറൈസറാണിത്. ഇത് 10 HP വരുന്നുണ്ട്, 5 HP വരുന്നുണ്ട്. ഇതാണ് സെപ്പറേറ്റ് ആണ്. ഇത് മല്ലി, അതുപോലെ തന്നെ മുളക്, അരി, ഇങ്ങനെയൊക്കെ പൊടിക്കാൻ പറ്റുന്നതാണ് ഇത്. പ്രധാനമായിട്ടും 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് പിന്നെ ഗ്രീസ് ടൈപ്പ് വരുന്നുണ്ട്, രണ്ടാമത് ഓയിൽ ടൈപ്പും വരുന്നുണ്ട്. ഈ ഗ്രീസ് ടൈപ്പിനാണ് കുറച്ച് വില കുറയുക, അന്നേരം ഓയിൽ ടൈപ്പിന് കുറച്ച് വില കൂടും. അതുപോലെ തന്നെ സൈസിലും വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് 10 ഇഞ്ച് വരുന്നുണ്ട്, 12 ഇഞ്ചിലും വരുന്നുണ്ട് ഈ പൾവറൈസർ. അതുപോലെ തന്നെ അതിൻ്റെ ഹോപ്പർ MS വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീലിലും വരുന്നുണ്ട്. അതായത് ഹോപ്പർ MS സ്റ്റീലിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതിന് പിന്നെ 10 HP 3 ഹെഡ് ആണെങ്കിൽ 3 ഹോപ്പർ അടങ്ങിയതാണെങ്കിൽ നമുക്ക് 7.5 HP വരുന്ന മോട്ടറൊക്കെ മതിയാകും. അതുപോലെ തന്നെ 5 HP മോട്ടർ ആകുമ്പോൾ 2 ഹെഡൊക്കെ ആണെങ്കിൽ നമുക്ക് 5 HP മാത്രം മതിയാകും. ആണ് മെക് മാർക്കിൻ്റെ 1500 നാളികേരം കൂട്ടിയിട്ട് ഉണക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയർ കേട്ടോ. ഇത് ബോക്സ് ടൈപ്പാണ്. BXD എന്നതിലൊക്കെ അറിയപ്പെടും. ഇതിൻ്റെ പലതരത്തിലുള്ള വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ആ ചാനലിൻ്റെ ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് 1500. ഇത് നമ്മൾ ടെസ്റ്റിനും വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടാണ്. കറണ്ടിനുള്ള കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊടുത്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശമൊക്കെ വേണമെങ്കിൽ ഇതാണ് ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇത് തുറക്കാം, നമുക്ക് ഇതിങ്ങനെ തുറക്കാം. അതുപോലത്തെ ഇതിൽ 2 പാർട്ടായിട്ട് 2 ഗ്രില്ല് വരുന്നുണ്ട്. ഇതാണ് ഒരു ഗ്രില്ല്. അതുപോലെ തന്നെ വേറൊരു ഗ്രില്ല്. ഇതിലാണ് നമ്മൾ നിറച്ച് ഇതിലെ നാളികേരം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ സിമ്പിളായിട്ട് ഈ ഇങ്ങോട്ട് അടച്ചു കൊടുക്കാം നമുക്ക്. ഈ 1500 കൊക്കണ്ട് കപ്പാസിറ്റിൻ്റെ ഈ ബൾക്ക് ഡ്രയറിൻ്റെ ഒരു പുറം കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ ആ ഗ്രില്ല് ഒക്കെയാണ് ആ കാണുന്നത്. ഗ്രില്ല് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം. അത് നമുക്ക് ഏകദേശം 6 ഇഞ്ചോളം തിക്നെസ് വരും കേട്ടോ ബോഡി. ഇത് ടാറ്റൻ്റെ ഗൾവനൈസ്ഡ് ഷീറ്റൊക്കെ വെച്ച് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് മുകളിലും കൂടിയാണ് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. പല പ്രൈസ് ഈ ബൾക്ക് ടൈപ്പ് ടയറിന് തന്നെ 2 ടൈപ്പ് ടയറുകൾ വരുന്നുണ്ട്. ഒന്ന് 900 മറ്റൊന്ന് 1500 കപ്പാസിറ്റി വരുന്ന ടയറുണ്ട്. 1500 എന്നതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അനുബന്ധ എങ്ങനെയൊക്കെ സ്വിച്ച് കൺട്രോളൊക്കെ വെക്കേണ്ടത് ജസ്റ്റ് ഒന്ന് നമ്മൾ കാണിച്ചു തന്നു എന്നുള്ളൂ. അതുപോലെ ഫാക്ടറിൻ്റെ ഉൾവശങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല ആൾക്കാർ കമ്പനിയിലെ സ്റ്റാഫുകളൊക്കെ ഒരുപക്ഷെ രാവിലെ അൺലോഡ് ചെയ്തുകൊണ്ട് അപ്പോൾ നല്ല പ്രയാസപ്പെട്ടിട്ടുണ്ടാവും, ഹോട്ടലിലും പോയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. 900 kg കേട്ടോ. ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളൂ. പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കൺട്രോൾ ബോക്സൊക്കെ ഫിറ്റ് ചെയ്യണുള്ളൂ. കൺട്രോൾ ബോക്സൊക്കെ ഫിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് അതിൻ്റെ വീലൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ടോ. കണ്ടോ, ഇതുപോലെ വീലുകളൊക്കെ നമുക്ക് വെച്ചാൽ അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തള്ളി കൊണ്ടുപോകാൻ കഴിയും. കട്ടർ ഇതിപ്പോൾ മോട്ടറില്ലാതെ നമുക്ക് പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടറാണത്. അപ്പോൾ നമ്മൾ ഈ ഫയർവുഡിൻ്റെ ഫാക്ടറിയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ 2 ടൈപ്പ് ഫാക്ടറികളാണുള്ളത്. ഇപ്പോൾ നമുക്ക് 3 സ്ഥലത്തുണ്ട്. ഒന്ന് ഓഫീസ് കാര്യങ്ങളും, മറ്റൊന്ന് നമ്മൾ ഇലക്ട്രിക്കൽ സെക്ഷന്, അതുപോലത്തെ രണ്ടാമത് ഫയർവുഡ് സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഓരോ കസ്റ്റമറുടെ ഓർഡറുകളാണ്, അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വ്യത്യസ്തമായിട്ട് പരിചയപ്പെടാനൊന്നുമില്ല. നമ്മുടെ 250 നാളികേരം ഉണക്കുന്ന ഡ്രയറുണ്ട്, അതുപോലെ തന്നെ 350 ഉണക്കുന്ന ഡ്രയറുണ്ട്, അങ്ങനെ വറുകത്തിച്ച് ഉണക്കുന്ന ഡ്രയറുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ അങ്ങനെ ഓരോ കസ്റ്റമറിൻ്റെ പാക്ക് ചെയ്ത് വെച്ചതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടുവരാം. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. അങ്ങനെ കമ്പനിയുടെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 250 നാളികേരത്തിൻ്റെ നമുക്ക് സബ്സിഡിയിൽ കൊടുക്കട്ടോ. 250, 350 നാളികേരത്തിനൊക്കെ നമുക്ക് സബ്സിഡി ബേസിൽ കൊടുക്കാം. ഈ ജനുവരി 15-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക. അങ്ങനെ നമ്മളെ ഓഫീസിൻ്റെ താഴ്വശത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവർ നമ്മളെ ഓയിൽ പ്രസ്സിൻ്റെ ഒരു കസ്റ്റമറിന് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ട്യൂബും റാഡും റിമൂവ് ചെയ്യുന്നത്, എവിടെയാണ് ഹീറ്റർ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനിയുടെ ഓണറും കൂടെ അർഷദ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ ട്യൂബും റാഡും എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് പ്രയാസമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ വിളിച്ചതാണ്. അദ്ദേഹമാണ് ഇപ്പം നമുക്കത് പറഞ്ഞ് ഓരോന്ന് കസ്റ്റമറും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഈ ട്യൂബും റാഡിൻ്റെ വീഡിയോ ആണ് നമ്മൾ നേരത്തെ കണ്ടത്. അത് ലൈറ്റും കൂടി ആയതുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ എങ്ങനെ യൂസ് ചെയ്യണം, അത് തിരിച്ച് എങ്ങനെ ലോക്ക് ആവണം എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ട് മുകളിലായിട്ട് നമ്മൾ പൊങ്ങി നിൽക്കുന്നതാണ് ഹീറ്റർ വരുന്നത്. വെളിച്ചെണ്ണ ചാടിയതിൻ്റെ അപ്പുറത്താണ് ഈ ഹീറ്റർ വരുന്നത്. ഒരിക്കലും നമ്മൾ വെളിച്ചെണ്ണ ചൂടാവേ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളില്ല. ഈ 3HP ഇരുന്ന ഓയിൽ പ്രസ് നമ്മളെ കമ്പനിയെ നേരിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നതുകൂടിയാണ് എന്നും കൂടി ഒരു പ്രത്യേകത ഇതിനുണ്ട്. അതുപോലെ തന്നെ 2HP, അതുപോലെ 1HP, അത് പിന്നെ 450 വാട്ട്സ് എന്നിങ്ങനെ പല സൈസുകളിലൊക്കെ ഓയിൽ പ്രസ്സുകൾ നമുക്ക് ലഭ്യമാവും.
അപ്പോൾ ട്യൂബും റോഡിൻ്റെ പുരയാണ് നിങ്ങൾ പണിയിലാണ്, നമ്മുടെ ലയത്തിലുള്ള പണിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കമ്പനിയുടെ കാർപ്പിൻ്റെ പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആണ്, നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ അടിപൊളിയായിട്ടുള്ള വീഡിയോകൾ വരുന്നുണ്ട്. കമ്പനിയിലെ മറ്റുള്ള ആക്സസറീസൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാനുഫാക്ചറിങ് ഓഡിറ്റും കൂടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പരമാവധി നമ്മുടെ കമ്പനി വിസിറ്റ് ചെയ്യുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സംഭവങ്ങൾ ഓർഡർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നേരെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് നമ്മളെ കൊപ്ര കട്ടറാട്ടോ, 2HP വരുന്ന കൊപ്ര കട്ടറൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.